റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ മുഖ്യാതിഥിയായി എത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി നടത്തുന്ന റോഡ് ഷോ തുടങ്ങിയിരിക്കുന്നു. റോഡ് ഷോയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാജസ്ഥാനിലെ ജയ്പൂരിലാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വലിയൊരു ജനക്കൂട്ടത്തെ കാണാം പാതയുടെ ഇരുവശത്തും പ്രധാനമന്ത്രിയെ കാണാൻ. ഒപ്പം ഇമ്മാനുവൽ മാക്രോൺ നമ്മുടെ അതിഥി കൂടിയുണ്ട്. വിവരങ്ങൾ എന്തെല്ലാമാണ് അച്യുതൻ? 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മുഖ്യാതിഥിയായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ജയ്പൂരിലാണെന്ന് ഉച്ചയോടുകൂടി വിമാനമിറങ്ങിയത്. അതിനുശേഷം ഈ വിദ്യാർത്ഥികളോട് സംവദിക്കുകയുണ്ടായി. ഇദ്ദേഹത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയും ഒപ്പം വിദേശകാര്യമന്ത്രി ജയശങ്കറും ചേർന്നാണ് സ്വീകരിച്ചത്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം മുൻപാണ് അവിടെ ജയ്പൂരിലെത്തിയത്. തുടർന്ന് അദ്ദേഹവുമായി ഒരു ചെറിയ സൗഹൃദ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ജയ്പൂരിൽ ഈ റാലി ഇപ്പോൾ മാക്രോൺ നടത്തുന്നത്. റാലിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പ്രതിരോധ രംഗത്തിനടക്കം വരുന്ന ദിവസങ്ങളിൽ പല ധാരണകളിലേക്ക് എത്തുവാൻ കൂടി ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. എന്തായാലും ആ റോഡ് ഷോയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചേർന്നുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ ജയ്പൂരിൽ പുരോഗമിക്കുന്നത്. റോഡ് ഷോ പുരോഗമിക്കുന്നത് അച്യുതൻ, സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളതാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ എന്ന് പറഞ്ഞാൽ വലിയ ആവേശം ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൽ നടന്നപ്പോഴാണെങ്കിലും നമ്മൾ കണ്ടതാണ്. വലിയൊരു ജനാവലി തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ ഉണ്ടാകാറുണ്ട്. അതുപോലെ പ്രധാനമന്ത്രിയും പലപ്പോഴും സുരക്ഷാ നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങൾ ഒക്കെ ഉള്ളപ്പോഴും പലപ്പോഴും ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രവണത അത് കാണാറുണ്ട്. അങ്ങനെ അത് വലിയ ആവേശത്തിലേക്ക് ജനങ്ങൾ എത്താറുമുണ്ട്. പലപ്പോഴും സെൽഫി എടുക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടാണോ കാര്യങ്ങൾ പോകുന്നത്? സ്മിത, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ പടിവാതിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ നിമിഷങ്ങളെയും വോട്ടാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സാധാരണ ഈ അസാധാരണമായിട്ടുള്ള ഇത്തരം റോഡ് ഷോകൾ പോലും ഇപ്പോൾ കാണേണ്ടി വരുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു ഈ മുഖ്യ അതിഥിയായി എത്തിയത്. പക്ഷെ അന്ന് അത്തരം ഒരു റോഡ് ഷോ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇത്തവണ ഈ ഫ്രഞ്ച് പ്രസിഡന്റ് മുഖ്യ അതിഥിയായി എത്തുമ്പോൾ അദ്ദേഹത്തെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റോഡ് ഷോ, അതാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു പ്രചാരണം കൂടിയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രചാരണം കൂടിയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ റോഡ് ഷോകൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതനുസരിച്ചാണെങ്കിൽ പ്രധാനമന്ത്രിയും അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റും ഒരുമിച്ച് ചേർന്നുള്ള ഒരു റോഡ് ഷോയാണ്. ഒരുപാട് പ്രവർത്തകർ ഇത് കാണുവാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് ജയ്പൂരിൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലെ മുതൽ തന്നെ സജ്ജമാക്കിയിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്നതിന് പ്രസിഡന്റാണ്, ഒപ്പം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ചേർന്നുള്ള റോഡ് ഷോ ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഡൽഹിയിലും പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനത്തോട് അടുത്തത് കൊണ്ട് തന്നെ വലിയ സുരക്ഷാ വലയത്തിലാണ് രാജ്യ തലസ്ഥാനവും ഉള്ളത്. ഇതിനോടകം ഏതാണ്ട് 14,000-ൽ പരം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഡൽഹിയുടെ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുള്ള കമാൻഡോകൾ, അതുപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ മുഖ്യ അതിഥിയായി എത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് റോഡ് ഷോയിൽ. രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഈ റോഡ് ഷോ പുരോഗമിക്കുന്നത്. അച്യുതനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.